അസ്സലാമു അലൈക്കും. മാന്യ സഹോദരന്മാരെ, ഞാൻ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് തൗഹീദിന് തീ കൊളുത്തിയ ജബ്ബാർ ഷാ. അതായത് അദ്ദേഹത്തിൻ്റെ ഈ ജിന്നി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംസാരങ്ങൾ മാത്രമല്ല, നമ്മുടെ ഹുസൈൻ സലഫിയുടെ സംസാരങ്ങൾ, അതേമാതിരി നമ്മുടെ ഫൈസൽ മുസ്ലിയാരുടെ സംസാരങ്ങൾ, ഈ മൂന്ന് വിഷയങ്ങൾ നാം ഏവരും കേട്ട് കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഇവരെല്ലാം ഫോളോ ചെയ്യുന്ന വിഡം വിഭാഗം ആരൊക്കെയാണോ ഇതുപോലെയുള്ള സംസാരിക്കുന്ന ആളുകളെ ഫോളോ ചെയ്യുന്ന വിഡം വിഭാഗങ്ങൾ, അവരൊക്കെ ഷിർക്കന്മാരാണ്. എന്തുകൊണ്ട്? തൗഹീദിനെ ബാത്തിലാക്കിയവരാണ്. അതിൻ്റെ വിശദീകരണം ഞാൻ കേൾപ്പിച്ചു തരാം. അത് നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ജബ്ബാർ ഷാൻ്റെയും നമ്മുടെ ഹുസൈൻ സലഫിയുടെയും ഫൈസൽ മുസ്ലിയാരുടെയും സംസാരം നിങ്ങൾ ആദ്യമായിട്ട് കേട്ടുകൊള്ളുക. മനുഷ്യൻ കാണാത്തവരോട് അവന് സഹായം ചോദിക്കൽ, കാണാത്ത വെച്ചവര് മുമ്പ് മറവാടപ്പെട്ടവരെന്നല്ല, കാണാത്ത അവിടെ ഉണ്ടാവും, ശബ്ദം കേൾക്കുന്നവരുണ്ടാവില്ലോ, അതർത്ഥം. അന്നലക്ക് കാണാത്തവരോട് അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് മിനൽ മലായികത്തി സാലിഹീൽ ജിന്നി, മലക്കുകള്, സാലിഹായ ജിന്നുകള്, അങ്ങനെയുള്ള ആളുകളോട്, അങ്ങനത്തെ ആളുകളോട് സഹായം ചോദിക്കാമെന്ന്, കാണാത്തവരോട് സഹായം ചോദിക്കൽ ജായിസാണെന്ന് ഇതിലുണ്ട്. ഇതിൽ കുഴപ്പമില്ല. എന്തുകൊണ്ട്? മനുഷ്യന് അനുവദനീയമായതുപോലെ മനുഷ്യരോട് സഹായം തേടൽ. മൃഗം പോയാലോ അല്ലെങ്കിൽ കാലിനോ എഴുതിയാലോ ഒക്കെ ഉണ്ടാകുമ്പോൾ സഹായം തേടൂലേ? അതുപോലെ ഇവിടെ സഹായം തേടുന്നത് മനുഷ്യന്, അവിടെ സൃഷ്ടികൾക്ക് അവൾ മനുഷ്യനോട് സഹായം തേടുന്നത് പോലെ സാലിഹായ ജിന്നുകള് അല്ലെങ്കിൽ മലക്കുകള് സഹായിക്കുമെന്ന ഉദ്ദേശത്തിൽ ഈ സഹായ നേട്ടത്തിൽ കുഴപ്പമില്ല. പ്രാർത്ഥന ആവുന്നില്ല. ശബ്ദം കേൾക്കുന്ന പരിധിയിൽ വല്ല ജിന്നോ മലക്കോ ഉണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ എന്ന നിലക്കാകുമ്പോൾ നമുക്കത് ചെയ്യാൻ പാടില്ല. പക്ഷേ അതിൽ അവരുടേതായ പ്രത്യേകമായ അഭൗതികത അതിൽ കടന്നു വരുന്നില്ല. പ്രാർത്ഥന ഏത്, പ്രാർത്ഥനയാകാത്തതേത് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പണ്ട് കാലം മുതലേ നമ്മൾ സ്വീകരിച്ച വ്യാഖ്യാനങ്ങളുണ്ട്. എന്നവർക്കാർക്കും അത് ശിർക്കാണ് എന്ന് തോന്നിയില്ല. ഏപ്രിൽ മാസത്തിൽ ഇസ്ലാഹി മാസിയ, അതിന്റെ 42-ാമത്തെ പേജ്. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തളഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാല ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളെ കഴിവിൽ പെടാത്തത് തേടുകയല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. അബ്ദുൽ ജബ്ബാർ മൗലവി എന്താണോ എഴുതിയത് 100% ശരിയാണ്. 100% ശരിയാണ്. സഹോദരന്മാരെ, കേട്ടുവല്ലോ എന്താണ് ഇവർ സംസാരിച്ചത്. ഇവിടെ എന്താണ് നിലപാടെന്ന് പറഞ്ഞാൽ, ഇവരുടെ ഈ വിഡം വിഭാഗത്തിൻ്റെ നിലപാടിനെ സംബന്ധിച്ചിട്ട് നാം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഇവർ ജിന്നിനെ പിടിക്കൽ ഷിർക്കല്ല, വസീലത്ത് ഷിർക്കും ഹറാമുമാണെന്നാണൊരു നാട്ടിൻ്റെ ഉടനീളം പ്രചരിപ്പിച്ചത്.
അതിനു വേണ്ടിയിട്ടാണല്ലോ സൂറത്ത് അൻആമിലെ ആയത്തുകൾ ഓതിയത്. 128 നമ്പർ ആയത്ത്, അതിന് പേരിൽ സംവാദങ്ങൾ നടന്നു. ആ ആയത്തുകളൊന്നും അതിനേക്ക് യാതൊരു തെളിവില്ലാത്തതിൻ്റെ പേരിൽ ഇപ്പം അതുമായിട്ട് യാതൊരു ചർച്ചകൾ നടക്കുന്നില്ല. അത് അവരെ സംബന്ധിച്ചോളം അത് പറഞ്ഞ് കുടുങ്ങിയിട്ടാണ് ഉള്ളത്. ഏത് രൂപത്തിൽ നമ്മുടെ കാന്തപുരം മുസ്ലിയാർ ദുർവ്യാഖ്യാനിച്ചില്ല, അതുപോലെയാണ് നമ്മുടെ ഫൈസൽ മുസ്ലിയാർ ദുർവ്യാഖ്യാനിച്ചത്. ഇപ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ ആരും തന്നെ ഒരുക്കമല്ല ബ്രിഡം വിഭാഗത്തിൻ്റെ ആളുകൾ. കാരണം അവർ പറഞ്ഞു കുടുങ്ങി. അതിൻ്റെ പേരിൽ അതിനെ പറ്റിയിട്ട് പലതും ചിലപ്പോൾ കളവ് പറയേണ്ടി വന്നാൽ കളവ് പറയും. ഇങ്ങനെയുള്ള നിലപാടാണ് ഇപ്പോൾ അതിലുള്ളത്. അപ്പം എന്ന് പറയുമ്പോൾ ഇവിടെ ജിന്നിനെ വിളിക്കൽ ശിർക്കല്ല വസീലത്ത് ശിർക്കാണെന്ന് ഹറാമാണെന്ന് പറയുന്നു. പക്ഷെ ഞാൻ ചില വീഡിയോകളിൽ പറഞ്ഞിരിക്കുന്നത് അല്ല, അവർ വിളിക്കേണ്ട നിലപാടിലേക്കാണ് എത്തുന്നത്. അതിൻ്റെ മുമ്പ് വീഡിയോകൾ ഞാൻ ഇറക്കിയിരുന്നു. എന്തുകൊണ്ട് എന്നാൽ ആസ്രാ ബീവിയുടെ കഥകൾ പറയാം, അഹമ്മദ് മാമ്പലിൻ്റെ കഥകൾ പറയാം. ഇതൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ഇറക്കിയിരുന്നു. അതിനെ പറ്റിയിട്ട് ചിലവർ എനിക്ക് മറുപടിയും പറഞ്ഞിരുന്നു. അപ്പം നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, എന്താണ് ഇവർ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവർ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട്. എന്തെന്ന്? നമ്മളിപ്പോൾ നമസ്കാരത്തിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നു. നിനക്ക് മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്ന് നമ്മൾ അല്ലാഹുവിനോട് വാഗ്ദാനം ചെയ്യുന്നു. അപ്പം നമ്മൾക്ക് മറ്റുള്ളവരോട് ആരോടും സഹായം ചോദിക്കാൻ പറ്റൂല. അതിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ ഓപ്ഷൻ വെച്ചു. സൂറത്തുൽ മാഇദ 2, വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും സൽക്കർമ്മത്തിലും മറ്റും കാര്യങ്ങളും നിങ്ങൾ സഹകരിക്കണം. അപ്പോൾ ആ ആയത്ത് എന്തിൻ്റെ പേരിൽ നമ്മളിവിടെ വാഗ്ദത്തം ചെയ്തു, പിന്നെ നമുക്ക് ആരോടും ചോദിക്കാൻ പറ്റില്ല. അപ്പം അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓപ്ഷൻ മനുഷ്യനിക്ക് നമുക്ക് നൽകിയതാണ്. ഈ ആയത്ത് ആർക്ക് ഇവർ പറയുന്നത് അത് ജിന്നിനും ബാധകമാണ് എന്നാണ് ഇവരുടെ ഭാഷ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ആ ജിന്നെന്ന് പറഞ്ഞാൽ മനുഷ്യനെ പോലെ തന്നെ ഭൗതികമാണ്, അഭൗതികമല്ല. മനുഷ്യൻ എങ്ങനെയാണോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായങ്ങൾ ചെയ്യുന്നത്, അതുപോലെ അവരെ കൊണ്ട് സഹായം കിട്ടും എന്നുള്ള നിലപാടാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. അതാണല്ലോ അവർ ഭൗതികം അഭൗതികം. പക്ഷെ അതേ സമയത്ത് ഇവിടെ നമ്മൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്, ഒന്ന് കൺമുമ്പിൽ കാണുന്ന സൃഷ്ടി, മറ്റൊന്ന് ഗായിബായ സൃഷ്ടി. അതാണല്ലോ നമ്മൾ മുമ്പിൽ ഒന്ന് മറഞ്ഞത്, ഒന്ന് കണ്ണിൽ കാണുന്നു. ഇതാണ് രണ്ടാണ് മനസ്സിലാക്കുക. ഭൗതിക അഭൗതികമൊക്കെ ഇപ്പോഴാണ് ആ വേട് വരുന്നത് തന്നെ. മുമ്പ് നമുക്ക് ആ ഭൗതികം ഒന്നും കേൾക്കാറില്ല. ഞാൻ കേട്ടിട്ടില്ല, മറ്റെല്ലാം കേട്ടിട്ടുണ്ടാവാം, ചർച്ച നടന്നിട്ടുണ്ടാവാം, അത് വേറെ വിഷയം. പക്ഷെ അതേ സമയത്ത് നമ്മൾ ഒന്ന് കാണാത്ത സൃഷ്ടി, ഒന്ന് കാണുന്ന സൃഷ്ടി, ഇതാണ് നമ്മൾ മുന്നേ മനസ്സിലാക്കി വന്നത്. അപ്പം ഈ അഭൗതികമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് അള്ളാഹു മാത്രമാണ് അഭൗതികം. അള്ളാഹുവിനെ പറ്റിയിട്ട് ആ സൃഷ്ടികളെ പോലെ അത് പാടില്ലല്ലോ. ആ അള്ളാഹിനെ പറ്റിയിട്ട് അത് ഉപമിക്കൽ അത്ര ശരിയല്ല. അള്ളാഹു മാത്രമാണ് അഭൗതികം. പക്ഷേ ഇത് സൃഷ്ടികളെ പറ്റിയിട്ടാണ് അഭൗതികം പറയേണ്ട വേട്. അപ്പം ഇതൊക്കെ ഇവർ ജിന്നുകളെ ഭൗതികമാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിലപാടാണ് ഈ അഭൗതികമല്ല എന്ന് ന്യായീകരിക്കുന്നത്. അത് നാം ഇവിടെ മനസ്സിലാക്കണം. പക്ഷേ ഇത് ജിന്ന് നമ്മുടെ മനുഷ്യനെ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുമെന്ന് നമുക്ക് പ്രമാണം കൊണ്ട് തെളിവില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രമാണങ്ങൾ ഓതിയാപരത് കുടുങ്ങിയുള്ളത് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ അതുകൊണ്ട് ഇവിടെ പ്രമാണം ഒന്നും തന്നെ ഉള്ള 6200 ചില്ലാനം ആയത്തുകളുണ്ട്. ഈ ആയത്തിലൊന്നും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ജിന്നിനെ വിളിക്കൽ ശിർക്കല്ല എന്ന് പറയാൻ ഒരൊറ്റ ആയത്തുമില്ല. മാത്രമല്ല ഇവിടെ നമ്മൾ ഈ ജിന്നിനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുത്തുക എന്നുള്ളത് നാമും ജിന്നുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് അത് നാം മനസ്സിലാക്കണം. നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ അറിയിച്ചു തന്നു,
ഒമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നിനെയും ഇൻസിനെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എനിക്ക് ആരാധിക്കാൻ വേണ്ടിയാണ്. അതല്ലേ? അതുകൊണ്ട് നമ്മൾ ജിന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ജിന്നിനെ കണ്ടിട്ടില്ല, നമുക്ക് യാതൊരു ജിന്നുമായിട്ട് യാതൊരു അറിവുമില്ല. ഏത് ലോകത്താണ് എവിടെയാണെന്ന് നമുക്ക് പറയാനും പറ്റുകയില്ല. പിന്നെ നമ്മൾ ജിന്നുമായിട്ട് എന്ത് ബന്ധം? നബി സല്ലല്ലാഹു ഒന്നിക്കൽ നമുക്ക് പ്രമാണം കൊണ്ട് തെളിയണം, അതായത് പ്രമാണം, ഒന്നാം പ്രമാണമായ ഖുർആൻ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സഹിയായ ഹദീസ് കൊണ്ട് തെളിയും. ഇത് രണ്ടും നമുക്ക് ആർക്കും തെളിയിക്കാൻ സാധ്യമല്ല. എങ്ങനെ തെളിയിക്കും? അല്ലാഹ് കലാമിൽ നമുക്ക് അറിയിച്ച വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജിൻകൂട്ടങ്ങൾ വന്ന് അവിടെ പങ്കെടുത്തു. അവർ കേട്ടിട്ട് അവർ മറ്റ് ജിൻകൂട്ടങ്ങളിലേക്ക് പോയിട്ട് അവർ ദഅവത്ത് നടത്തി. പക്ഷേ അതേ സമയത്ത് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വഹയിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്ത്. അതല്ലേ അത് സൂറത്ത് ജിന്നിൽ 1 2 വിശദീകരിക്കുക. അതൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവില്ലേ? സൂറത്ത് ജിന്നിൽ 1 2 ഉണ്ടല്ലോ. നമ്മൾ എന്തിനാണ് ഇത്ര ടെൻഷനാകുന്നത്? നമുക്കിവിടെ പഠിക്കാനുള്ള വേദികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ. മാത്രമല്ല സൂറത്ത് ജിന്നിൽ 6 നമ്പർ ആയത്ത് മക്കയിലെ മുശ്രിക്കുകൾ, അവരും മനുഷ്യരാണല്ലോ, അവരും അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ്, വിശ്വസിക്കാത്തവരല്ല അവർ. പക്ഷെ അവരുടെ പ്രശ്നങ്ങളുണ്ടായത് പ്രാർത്ഥന സംബന്ധമായിട്ടുള്ള പ്രശ്നമായിരുന്നു. ഇതേപോലെ നമ്മുടെ നാട്ടിൽ ഇത്തരം ആളുകൾക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പോലെയാണ് അവരുടെ കാലഘട്ടത്തിലുണ്ടായത്. അവരും അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ്. അപ്പം അവർ തായ്വരിലേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് മക്കയിലെ മുഷരിക്കുകൾ തായ്വരേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ജിന്നുകളോട് അവർ സഹായം തേടുമായിരുന്നു. അപ്പോൾ അവർക്ക് ഖുർആൻ വിരുദ്ധാണ് പറഞ്ഞത്. അവിടെ അവർ ഗർഭ് വർദ്ധിക്കുമെന്നാണ് പറഞ്ഞത്. പ്രമാണം 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പറഞ്ഞ ഈ സംഭവങ്ങളും ഇവിടെയും പ്രമാണങ്ങൾ നമുക്ക് മനസ്സിലായില്ല. രണ്ടും സൂറത്ത് ജിന്നിലുള്ള സംഭവങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ പോരെ? നമ്മൾ എന്തിനായി ഈ ടെൻഷൻ എടുക്കുക? നമ്മൾ എന്തിനായി കൺഫ്യൂഷനാകുന്ന? നമ്മൾക്ക് പഠിക്കാനുള്ള നല്ലൊരു വേദി ഉണ്ടല്ലോ. നമ്മൾക്ക് എവിടെയെങ്കിലും നമുക്ക് പല ഉസ്താദന്മാരൊന്നും പരിധി പോകേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഇവിടെ തെളിവുണ്ട്. മൂന്നാമതായിട്ട് സൂറത്ത് ഫാത്തിർ, ഈ സൂറത്ത് ഫാത്തിർ എന്ന് പറഞ്ഞ് എന്താണതിൽ പറഞ്ഞിരിക്കുന്നത്? ഇൻ തദൂലായസ്മു ദുആക്കും വലൂ സമയം അസ്തജാബലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും വലാ യുനബ്ബിഉക്കും മിസ്ലു ഖബീർ. നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങളെ വിളി കേൾക്കുകയില്ല, ഉത്തരം ചെയ്യുകയില്ല. ഇനി കേട്ടെന്ന് സങ്കല്പിച്ചാൽ പോലും ഉത്തരം ചെയ്യുകയില്ല. ഇത്തരം ശിർക്കിനെ പങ്കുചേർന്ന് നാളെ ഖിയാമത്ത് നാൾ വെച്ച് ആരൊക്കെയാണോ നിങ്ങൾ വിളിച്ചത്, അവരൊക്കെ നിഷേധം ഞങ്ങൾ അറിയില്ല. നിങ്ങൾ അവരോട് ചോദിക്കും, അല്ലാഹു സുബ്ഹാൻ നിങ്ങളാണോ ഇവരോട് പറഞ്ഞ് നിങ്ങളെ വിളിക്കാൻ? അവർ പറയും ഞങ്ങൾ അറിയില്ല പടച്ചവൻ. ഇതല്ലേ അത് ഇമാം ഖുതുബി എന്താ പറഞ്ഞിരിക്കുന്നത്? അത് ജിന്നും മലക്കും പെടും. തെളിവ് എത്രയായി? 3 പ്രമാണം കൊണ്ട്. അതേ സമയത്ത് മറ്റ് നമ്മൾ ഖുർആൻ, അതായത് സൂറത്ത് ഫാത്തിഹ എന്ന് പറയുന്ന സംഭവം ഉമ്മുൽ ഖുർആനാണത്. ആ ഖുർആൻ എന്താ പറയുക? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. മുസ്ലിമീങ്ങൾ എല്ലാ നമസ്കാരത്തിലും പറയുന്ന വേടല്ലേ ഉമ്മുൽ ഖുർആനല്ലേ? ഫാത്തിഹ സൂറത്ത് അത്രയും വില പിടിച്ച എല്ലാം അവരിൽ അടങ്ങിയില്ലേ? ആരാധനകളും പ്രാർത്ഥനകളും സഹായങ്ങളും അടങ്ങിയ ഒരു സൂറത്തല്ലേ അത്? അതിൽ ഇത്രയും പ്രാധാന്യം വരാനുള്ള കാരണം അതും പോലെ നമുക്ക് ഈ ജിന്നിനെ വിളിക്കുന്ന കാര്യത്തിൽ പോരെ അത്? പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ ടെൻഷൻ എടുത്തുന്നത്? അല്ല, നമുക്ക് എന്താണ് നരകത്തോട് വല്ല സ്നേഹമുണ്ടോ? പിന്നെ എന്തിനാണ് നമ്മളെ പരലോകം നഷ്ടപ്പെടുത്തുന്നത്? നമ്മൾ മനുഷ്യരല്ലേ, എങ്ങനെ നമ്മൾ പരലോക സഹിക്കൽ? എന്തിനാണ് ഈ രൂപത്തിൽ എൻ്റെ വിഡംകാലം നിങ്ങൾ ഈ രൂപത്തിലേക്ക് പോകുന്നത്, നമ്മളെ പരലോകം നഷ്ടപ്പെടുത്തുന്നത്? പിന്നീട് ഞാൻ മക്കയിലെ മുശ്രിക്കുകൾ തായ്വരയിലെത്തിക്കഴിഞ്ഞാൽ അവർ ജിന്നുകളോട് സഹായം ചോദിക്കുമെന്ന് പറഞ്ഞു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെടുത്ത് പറഞ്ഞല്ലോ. അത് സൂറത്ത് ജിന്നിൻ്റെ 6 നമ്പർ ആയത്താണ് പറയുന്നത്.
പിന്നീട് ഞാൻ മുമ്പ് വീഡിയോ ഇറക്കിയതിൽ എന്നെ വളരെയധികം കർശനമായിട്ട് എന്നെ വിമർശിച്ചിട്ടുണ്ട്. എന്തിൻ്റെ പേരിൽ ഞാൻ ജിന്നിനോട് സഹായം ചോദിക്കായി എന്ന് വിഘ്നംകാർ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ വളരെയധികം രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. ഞാൻ വ്യക്തിയുടെ പേരിപ്പോൾ ഞാൻ പറയുന്നില്ല, മനസ്സിലായില്ലേ? എന്തുകൊണ്ട് ഞാൻ ഈ വിഷയം പറഞ്ഞില്ല? അഹമ്മദ് അമ്പൽ അമൽ ചെയ്തു, അതിൻ്റെ പേരിൽ അതിന് ഉത്തരം കിട്ടിയിട്ടുണ്ട് ജിന്നിനെ വിളിച്ചതുകൊണ്ട്. ഹാജിറ ബീബി അമൽ ചെയ്തു. അപ്പം അതിൻ്റെ അർത്ഥം അത് വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ വിശദീകരണം പറയുമ്പോൾ അത് തെളിവറിയില്ല ഇത് വിളിക്കുക എന്നുള്ളതിനെ. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. അത് പിന്നെ ജിന്നിനെ വിളിക്കുന്നിടത്തേക്കല്ല എത്തുന്നതെന്ന് ഞാൻ പറഞ്ഞത്. അതിനേക്കാണ് എന്നെ വിമർശിച്ചത്. ഇപ്പോൾ നമ്മുടെ ജബ്ബാർച്ച 2007 ഇസ്ലാഹി മാസികയിൽ ജബ്ബാർച്ച പോപ്പറായി പറഞ്ഞില്ലേ, ജിന്നിനെ വിളിക്കൽ അത് പ്രാർത്ഥന ആവുകയില്ല, അങ്ങനെ വിളിക്കാം എന്ന് ഓപ്പനായി പറഞ്ഞില്ലേ. പിന്നെന്തിനാണ് ഇവർ ജിന്നിനെ വിളിക്കൽ ഇത്രയും വർഷക്കാലമായിട്ട് ഈ ഒരു വാദം കൊണ്ട് നടക്കുന്നത്? ഞങ്ങൾക്കങ്ങനെ വാദമില്ല എന്നും പറഞ്ഞിട്ട് ജിന്നിനെ വിളിക്കൽ ശിർക്കല്ല, വസീലത്ത് ശിർക്കും ഹറാമാണ്. ഈ വസീലത്ത് ശിർക്കും ഹറാം എന്തിനാണ് കൂട്ടിച്ചേർക്കുന്നത്? ഓപ്പനായി പറഞ്ഞൂടെ ജിന്നിനെ വിളിക്കാൻ എന്നുള്ള ജനങ്ങളെ. അപ്പം ജനങ്ങളെ വഞ്ചിക്കാനാണ്. എന്താ ഇതൊക്കെ? ഒരു മുനാഫിക്കത്തല്ലേ ഇത് ഈ പ്രവർത്തിക്കുന്നത്? മുനാഫിക്കത്തല്ലേ ഇതല്ലേ? ഉള്ളിൽ വിശദീകരണങ്ങൾക്ക് ഉള്ളിൽ മനസ്സിലൊന്ന് വെക്കാം, വെളിയിൽ പൊതു സമൂഹത്തിൽ മറ്റൊന്ന് അവതരിപ്പിക്കാം. ഞങ്ങൾക്കങ്ങനത്തെ വാദമില്ല. അതുകൊണ്ട് അതായത് ഇവരുടെ പറച്ചലെന്ന് പറഞ്ഞാൽ അത് ഇതിനോട് സഹായം ചോദിക്കുന്നത് പ്രാർത്ഥനയിൽ പെടുന്നില്ല. ഏതുപോലെ നമ്മുടെ മനുഷ്യനോട് നമ്മളിപ്പം തമ്മിലങ്ങോട്ട് പരസ്പരം ചോദിക്കും പോലെ അള്ളാഹു അനുവദിച്ചതല്ലേ, അതുപോലെയാണ് ജിന്നോട് ചോദിക്കുന്ന പറഞ്ഞത്. അതുകൊണ്ട് ആ പ്രാർത്ഥന, അതായത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സാധാരണ വിശദീകരിക്കുന്ന കാര്യമാണ്. അള്ളാഹുവിനോട് ഏത് സഹായം ചോദ്യം ദുനിയാവിൻ്റെ കാര്യത്തിനും പരലോകത്തിൻ്റെ കാര്യത്തിനും നമ്മൾ ചോദിക്കുന്നത് പ്രാർത്ഥനയാണ്. അള്ളാഹുവിനോട് ചോദിക്കും. അതേസമയം മനുഷ്യനോട് ചോദിക്കുമ്പോൾ അത് പ്രാർത്ഥന എന്ന് പറയുകയില്ല, അത് സഹായമെന്നേ പറയൂ. ഇത് നമുക്ക് ഇത് മനസ്സിലായി. അതിൽ സഹായമെന്നേ പറയും. അത് ഇതിലെങ്ങനെയാണ് ജിന്ന് വിഷയം? ജിന്നിലെന്താണ് ഈ കൂട്ടിച്ചേർക്കുന്നത്? ജിന്നുമായിട്ട് എന്ത് ചെയ്യും? ഇതുമായിട്ട് എന്താണ് ബന്ധമുള്ളത്? അത് പ്രാർത്ഥന ആവുന്നില്ല. പ്രാർത്ഥന ജിന്നോട് സഹായം ചോദിക്കൽ പ്രാർത്ഥനയിൽ പെടുന്നില്ല. എന്താ ഇത്? ഇതന്നെയല്ല ഫൈസൽ മുസ്ലിയാർ ഇവിടെ കോഴിക്കോട് വെച്ചിട്ട് സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്. അള്ളാഹുവിനെ വിളിക്കേണ്ട സ്ഥാനത്ത് ജിന്നിനെ വിളിക്കാൻ ശിർക്കാണ്. അപ്പം അതിന് അങ്ങനത്തെ ഒരു തട്ടിപ്പ്. അപ്പം സാധാരണ ഫൈസൽ മുസ്ലിയാർ പിന്നെ പ്രഖ്യാപിച്ചില്ലേ കോഴിക്കോട് ജിന്നിനെ വിളിക്കുന്ന ശിർക്കാണെന്ന്. അത് ശരിയല്ല. പറയുന്നത് ഓപ്പണായി പറയാം. മുനാഫിക്കുന്നത് ശരിയല്ല. മുനാഫിക്കിൻ്റെ ശിക്ഷ ഞാൻ മുമ്പ് ഏതാണ് സൂറത്തിലാണുള്ളത് ആറ്റൊക്കെ ഞാൻ വിശദീകരിച്ചിരുന്നു. ഏറ്റവും അടിത്തട്ടിലാണ് മുനാഫിങ്ങളുടെ നരകത്തിൻ്റെ. ആട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ സംസാരം കൂടുന്നതുകൊണ്ട് വിഷമമുണ്ടാക്കും, വാക്കുകൾ ചുരുക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകജനങ്ങൾക്ക് സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.